അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മെനി ഡിഫറെന്റ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ ഗിവൺ മോളിക്യൂൾ? നമുക്കറിയാം ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഐസോമറിസം ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഐസോമേഴ്സിനെ കൺസിഡർ ചെയ്യേണ്ടി വരും? വി ഹാവ് ടു കൺസിഡർ ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് വി ഹാവ് ടു കൺസിഡർ ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കലും ഒപ്റ്റിക്കലുമായിട്ടുള്ള രണ്ട് ഐസോമറിസങ്ങളും കൂടിച്ചേരുന്നതാണ് സ്റ്റീരിയോ ഐസോമറിസം. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോസിബിലിറ്റി നമ്മളിവിടെ ചെക്ക് ചെയ്യണം. ആദ്യമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. നമുക്കറിയാം ഇവിടെ ഡബിൾ ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ജോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ കണ്ടീഷൻ ഇതാണ്. ഡബിൾ ബോണ്ടിലെ ഓരോ കാർബണിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ സെയിം ആകരുത് എന്നുള്ളതാണ്. സി ആൻഡ് ഡി ഷുഡ് നോട്ട് ബി സെയിം, എ ആൻഡ് ബി ഷുഡ് നോട്ട് ബി സെയിം. അതായത് ഡബിൾ ബോണ്ടിലെ ഓരോ കാർബണിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ സെയിം ആകരുത്, ഇറ്റ് ഷുഡ് ബി ഡിഫറെന്റ്. അതാണ് ജോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ കണ്ടീഷൻ. ഈ തന്നിരിക്കുന്ന മോളിക്യൂൾ ശ്രദ്ധിക്കുക. ഈ കാർബണിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും മീഥൈൽ ഗ്രൂപ്പുമാണ്, രണ്ടും വേറെ വേറെ ഗ്രൂപ്പാണ്. അതുപോലെ ഈ കാർബണിലുള്ള ഗ്രൂപ്പുകൾ രണ്ടും, ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഈ വലിയ ഗ്രൂപ്പുമാണ്, രണ്ടും വേറെ വേറെ ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഡബിൾ ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. അതുപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കിയാൽ കാണാം ഈ കാർബൺ കൈരാൽ കാർബൺ അല്ല, കാരണം ഇതിന്റെ മുകളിലുള്ള എല്ലാ ഹൈഡ്രജൻസും 3 ഹൈഡ്രജൻസ് ഒരുപോലെയാണ്. നമുക്കറിയാം ഒരു കാർബൺ കൈരാൽ ആവണമെങ്കിൽ ആ കാർബണിന്റെ മുകളിലുള്ള 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെ കൈരാൽ കാർബൺ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പോസിബിൾ ആവുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ കാർബണിലെ 3 ഹൈഡ്രജൻ ഒരുപോലെയാണ്. അപ്പൊ ഇത് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കൈരാൽ കാർബൺ അല്ല. ഈ കാർബൺ ശ്രദ്ധിക്കുക, ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പുകളും വേറെ വേറെയാണ്. CH3, OH, H, അതുപോലെ ഈ വലിയ ഗ്രൂപ്പ് 4 വേറെ വേറെ ഗ്രൂപ്പുകളാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. ഡബിൾ ബോണ്ടിന്റെ മുകളിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ലാസ്റ്റ് കാർബൺ, ഈ കാർബൺ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഈ കാർബണിൽ 3 ഹൈഡ്രജൻസ് ഒരുപോലെയാണ്. അപ്പൊ ഇതും കൈരാൽ കാർബൺ അല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ ചോദ്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യാം. നോക്കുക, ഈ ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. ഡബിൾ ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസവും പോസിബിൾ ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ ഹൗ മെനി സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ. സോ നമുക്കറിയാം ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കൈരാൽ കാർബണെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് R കോൺഫിഗറേഷനും S കോൺഫിഗറേഷനും പോസിബിൾ ആണ്. ജോമെട്രിക്കൽ ഐസോമറിസത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സിസും ട്രാൻസും പോസിബിൾ ആണ്. നമുക്ക് എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. 2x2 കോമ്പിനേഷൻസ്, അതായത് 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ആ 4 കോമ്പിനേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണേൽ എഴുതാം. സോ R കോൺഫിഗറേഷനും സിസ് കോൺഫിഗറേഷനും, അതുപോലെ R ആൻഡ് ട്രാൻസ്, S ആൻഡ് സിസ്, S ആൻഡ് ട്രാൻസ്, ഇങ്ങനെ 4 ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് പോസിബിൾ ആണ്. സോ ഓവറോൾ നമുക്ക് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4.